നമസ്കാരം. രതീഷ് ജാലമ്മനെയാണ്. ഇന്ന് നവരാത്രി നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചിട്ട് വിജയദശമിയുടെ തലേ ദിവസമായിട്ടുള്ള ഇന്ന് ഒക്ടോബർ 1 ബുധനാഴ്ച ലോകത്തുള്ള എല്ലാ ദുർഗാദേവി ഭക്തരും ആഘോഷിക്കുന്ന ഒരു പുണ്യ ദിവസമാണ് മഹാനവമി, അല്ലെ? മഹാനവമി പൂജ മറ്റ് ആരാധനാ ദിവസങ്ങളെ പോലെ തന്നെ പ്രാർത്ഥനകളോടെ ആരംഭിച്ച് ഭാസ്നാനവും ഷോഡശാചാര പൂജയൊക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള ആചാരങ്ങൾ നമ്മുടെ ഈ ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദിവസത്തെ ഒരു പ്രത്യേകത പിങ്ക് നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, പൂക്കള് ദേവിക്ക് സമർപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ പഞ്ചാംഗ പ്രകാരം ഈ നവരാത്രിയില് പ്രത്യേകിച്ച് 5 രാത്രികള്, ചൈത്രം, ആഷാഢം, അശ്വിനം, പൗഷം, മാഘം എന്നൊക്കെ പറഞ്ഞിട്ട് അതില് 5 നവരാത്രികളായി അശ്വിൻ ആയിട്ടുള്ള ഈ നവരാത്രിക്കാണ് പ്രധാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് രാജ്യവ്യാപകമായിട്ട് ലോകത്തുള്ള ദുർഗാ ഭക്തര് ആചരിക്കുന്നത്. ദുർഗാ പൂജ എന്നും പറയാറുണ്ട്. ഈ 9 അവതാരങ്ങൾ അല്ലെങ്കിൽ ശക്തിയുടെ രൂപങ്ങളാണ് നവരാത്രിയില് ഭക്തര് ആരാധിക്കുന്നത് പറയാം. ദുർഗാദേവിയുടെയും പാർവതി ദേവിയുടെയും 9 രൂപങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, അതുപോലെ തന്നെ സിദ്ധിരാത്രി, ഇങ്ങനെയുള്ള 9 അവതാരങ്ങൾ. ഈ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലം ഓരോ ദിവസവും ദുർഗയുടെ ഓരോ രൂപമായിട്ട് പൂജിക്കാം. ഈ മഹാശക്തിയുടെ പരമോന്നതമായ രൂപമായിട്ടുള്ള മഹാസിദ്ധിദാത്രി ആരാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ മഹാനവമി എന്ന് പറയുന്നത്. അതായത് മഹിഷാസുരൻ എന്ന രാക്ഷസന്റെ സംഹാരിയായിട്ടുള്ള മഹിഷാസുര മർദിനി ആയിട്ടാണ് സിദ്ധിരാത്രി ആരാധിക്കുന്നത് എന്ന് വേണമെങ്കിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പുരാണങ്ങൾ അനുസരിച്ചിട്ട് മഹിഷാസുരൻ എന്ന അസുര രാജാവ് ലോകങ്ങളും, അതായത് ഭൂമി, സ്വർഗം, നരകം എന്നിവ ആക്രമിച്ച് ഈ അസുരനെ തോൽപ്പിക്കാനായിട്ട് ബ്രഹ്മാവും വിഷ്ണുവും അതുപോലെ തന്നെ ശിവനും അവരുടെ ശക്തി കൂട്ടിയോജിപ്പിച്ച് ദുർഗാദേവിയെ സൃഷ്ടിച്ചു എന്നാണ് വിശ്വാസം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ദേവിയുടെ ഈ അവതാരം വളരെ ശക്തിയുള്ള അവതാരമായിട്ടാണ് എല്ലാവർക്കും അറിയാം, ദുർഗാദേവി. അതുകൊണ്ട് തന്നെ മഹാനവമി പൂജയ്ക്കും വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. ഈ ദിവസം നടത്തുന്ന പൂജ ഉത്സവത്തിന് മറ്റ് 8 ദിവസങ്ങൾ നടത്തുന്ന പൂജയ്ക്ക് സമാനമാണ് എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കുങ്കുമാർച്ചന ദേവിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമർപ്പണമാണ്. ഇന്നലെ നമ്മൾ അതിന് മുമ്പത്തെ വീഡിയോയിൽ ശാരദാ പൂജ കാണിച്ചു. അതില് കുങ്കുമം പ്രധാനപ്പെട്ടിട്ടുള്ളൊരു അർച്ചനയ്ക്ക് ഉപയോഗിച്ചിരുന്നു. ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യാം. ഈ കുങ്കുമാർച്ചന ചെയ്യാൻ നമുക്ക് ക്ഷേത്രങ്ങളിൽ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ദേവിയുടെ ഒരു ഫോട്ടോയിൽ നമുക്ക് കുങ്കുമം വെക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് നാളെ വിജയദശമി, വിദ്യാരംഭം. ഇത് വരതയും കാമരൂപിണിയായിട്ടുള്ള സരസ്വതി ദേവിയുടെ സരസ്വതി ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് വിദ്യാലാഭം കാംക്ഷിക്കുന്നവർക്ക് അത്യന്താപേക്ഷിതാണ്, സംശയമൊന്നുമില്ല. ആ സരസ്വതി ദേവിയെ പ്രീതിപ്പെടുത്തുക. നമ്മുടെ നാവാണ് നമ്മുടെ ശത്രുവും നമ്മുടെ മിത്രവും, അല്ലെ? നാവിൽ നല്ലത് വരിക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിന്റെ വിജയത്തിന് അത്യന്താപേക്ഷിതാണ്. അതാർക്കും സംശയമൊന്നുമില്ലല്ലോ. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾ, എത്ര നമ്മളുടെ ജീവിതത്തിൽ എല്ലായിടത്തും നമ്മളുടെ ആ സമയത്തിന് സന്ദർഭത്തിനനുസരിച്ചിട്ട് നമ്മുടെ നാവിൽ നല്ലത് വരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ നാവാണ് നമ്മുടെ ശത്രുവും മിത്രവും എന്ന് പറയുന്നത്. അപ്പൊ നാളെ വിദ്യാരംഭം കുറിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക്, ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ അവര് ഓരോ കാര്യങ്ങൾ പഠിക്കും. ഈ പഠിക്കുക എന്ന് മാത്രമല്ല, ആ പ്രയോഗത്തിൽ വരുത്തുക. അപ്പൊ എല്ലാം നമുക്ക് ആ സരസ്വതി ദേവിയുടെ അല്ലെങ്കിൽ ആ ഭഗവതിയുടെ, ആ ദേവി ദുർഗാദേവിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അതിന് രക്ഷിതാക്കൾക്കും അതിൻ്റെതായിട്ടുള്ള പങ്ക് ഉണ്ട്. നമ്മള് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കൊണ്ട് നമ്മളുടെ കുഞ്ഞിന് ആദ്യാക്ഷരം കുറിക്കണം എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം നമ്മളുടെ കുഞ്ഞിന് നല്ലത് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക ഏത് രക്ഷിതാവിനാ, ഒരു സംശയമില്ല. ആരാണ് വിദ്യാരംഭം
നമ്മുടെ കുഞ്ഞിന് വിദ്യാരംഭം കുറിക്കുന്നത് ആരാണ്? ഒരു സംശയവുമില്ല, നമ്മളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. അമ്മ, അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, ഇങ്ങനെ ഈ പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറയാൻ കാരണം നമ്മളുടെ കുഞ്ഞുങ്ങൾ നന്നാവണം എന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു ഉയർന്ന് നമ്മൾ നല്ല നിലയിൽ നല്ലൊരു മനുഷ്യനാവണം എന്നുള്ളതൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ മാത്രമാണ്. മറ്റുള്ളവരുണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരാളെ കുറ്റം പറയല്ല. പക്ഷെ എന്നാൽ കൂടി അപ്പോ അവര് തന്നെയാണ് ശരിക്ക് ആദ്യാക്ഷരം കുറിക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ ഈ ലോകത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകള് ചെയ്യുക, അത് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് സാഹചര്യങ്ങളും സമയവും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. അപ്പൊ അതേപോലെ നമ്മള് ആദ്യാക്ഷരം നാളെ കുഞ്ഞുങ്ങൾ കുറിക്കുമ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളിനെ നമ്മൾ നല്ല രീതിയിൽ നല്ല ഹരിശ്രീ ഗണപതേ നമ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഒക്കെ പറഞ്ഞ് ഓരോ അക്ഷരങ്ങളും സ്വർണ്ണമോതിരം കൊണ്ട് നമ്മൾ അവരുടെ നാവിലെഴുതി പിന്നെ അരിയില് നമ്മൾ ആദ്യാക്ഷരം കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ആ ജീവിതത്തില് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും സ്കൂള്, കോളേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠനം മാത്രമല്ല, ഓരോ അറിവും അവര് ഏതൊരു മനുഷ്യൻ വിദ്യാരംഭം കുറിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വയസ്സായാലും നമ്മൾ ഓരോന്ന് പഠിക്കുകയാവും. അപ്പോ അതിനൊക്കെ ആ ഒരു സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഏതൊരുവനും അത്യന്താപേക്ഷിതാണ്. അപ്പോ നാളെ വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആ സരസ്വതി ദേവിയുടെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.